പൾസ് ചാനലിലെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഡോക്ടർ കിരൺ, പീഡിയാട്രിഷ്യനാണ്. നവംബർ 26, 2021 സൗത്ത് ആഫ്രിക്കയിൽ കോവിഡിൻ്റെ ഒരു പുതിയ തരംഗത്തിന് കാരണമായ ഒരു പുതിയ വകഭേദം, ഒരു ആശങ്കപ്പെടേണ്ട വകഭേദമായിട്ട് ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിക്കുന്നത്. അതാണ് നമ്മൾ ഇന്ന് അറിയുന്ന ഒമിക്രോൺ എന്ന് പറയുന്ന കൊറോണ വൈറസിൻ്റെ പുതിയ വകഭേദം. അതിനുശേഷം കഴിഞ്ഞ ഈ 2 മാസം കൊണ്ട് ലോകത്തെമ്പാടും ഒരു പുതിയ കോവിഡ് തരംഗത്തിന് തന്നെ കാരണമായിട്ടുണ്ട് ഈ പുതിയ വകഭേദം. പക്ഷേ അതിനു മുമ്പുള്ള ഡെൽറ്റ പോലുള്ള വകഭേദമായിട്ട് നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് കോംപ്ലിക്കേഷൻസോ അല്ലെങ്കിൽ ആശുപത്രിയിൽ അഡ്മിറ്റായി ചികിത്സ തേടേണ്ടി വരുന്ന രോഗികളുടെ ശതമാനം മുൻ വകഭേദങ്ങളെക്കാളും ഇതിൽ കുറവാണ്. അതിനർത്ഥം വീട്ടിൽ തന്നെ ഇപ്പോൾ കോവിഡ് ബാധിക്കുമ്പോൾ പലർക്കും വീട്ടിൽ തന്നെ ഐസൊലേറ്റ് ചെയ്ത് ഒരു ഡൊമിസിലിയറി കെയർ അല്ലെങ്കിൽ വീട്ടിൽ തന്നെ സ്വയം ചികിത്സ തേടി കൂടുതൽ ശതമാനം ആൾക്കാർ റിക്കവർ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ കോവിഡ് ബാധിച്ച് വീട്ടിൽ കഴിയുമ്പോൾ നമ്മൾ ഇപ്പോഴുള്ള മാർഗരേഖകൾ നിർദ്ദേശിക്കുന്ന എന്ത്? വീട്ടിൽ ഐസൊലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കണം, കൂടെ നമ്മളെ പരിചരിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിനെക്കുറിച്ചാണ് പൾസ് ചാനലിൻ്റെ ഈ പുതിയ എപ്പിസോഡ്. അപ്പോൾ ടെസ്റ്റ് പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ നമ്മൾ എത്രയും പെട്ടെന്ന് ഐസൊലേറ്റ് ചെയ്യുന്നതിനെ പറ്റി, വീട്ടിൽ തന്നെ ചികിത്സ തുടരുന്നതിനെ പറ്റി ആലോചിക്കും. അപ്പോൾ ആരെയാണ് നമ്മൾ വീട്ടിൽ ഐസൊലേറ്റ് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ആരെ ഐസൊലേറ്റ് ചെയ്യാൻ പാടില്ല? പൂർണ്ണ ആരോഗ്യമുള്ള ഈ ക്രോണിക് ആയിട്ടുള്ള, അതായത് ദീർഘനാൾ നീണ്ടു നിൽക്കുന്ന ശ്വാസകോശ, കരൾ, കിഡ്നി അസുഖങ്ങളുള്ളവർ കഴിവതും ഐസൊലേറ്റ് ചെയ്യാൻ മുമ്പ് ഡോക്ടറുടെ ഉപദേശം സ്വീകരിക്കേണ്ടതാണ്. അപ്പോൾ 60 വയസ്സിൽ കൂടുതൽ പ്രായമുള്ളവർ, ഈ പറഞ്ഞ പോലെ ക്രോണിക് ലങ് ഡിസീസ്, കിഡ്നി ഡിസീസ്, ലിവർ ഡിസീസ്, കരൾ രോഗങ്ങൾ, കൺട്രോൾ ചെയ്യപ്പെട്ടിട്ടില്ലാത്ത ഷുഗർ അസുഖങ്ങളുള്ള രോഗികൾ, ഡയബറ്റീസ് അസുഖമുള്ളവർ, ഉയർന്ന രക്തസമ്മർദ്ദമുള്ളവർ എന്നീ രോഗികൾ വീട്ടിൽ ഐസൊലേറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഒരു ഡോക്ടറുടെ ഉപദേശം തേടുകയോ അല്ലെങ്കിൽ ഒരു വിശദമായ പരിശോധനയ്ക്ക് ശേഷം ഡോക്ടറുടെ ഒരു ക്ലിയറൻസോട് കൂടി മാത്രമേ വീട്ടിൽ ഐസൊലേറ്റ് ചെയ്യാൻ പാടുള്ളൂ. ക്യാൻസർ രോഗത്തിന് കീമോതെറാപ്പി എടുക്കുന്നവർ, അല്ലെങ്കിൽ അവയവദാനം സ്വീകരിച്ചതിന് ശേഷം അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഇരിക്കുന്നവർ, HIV ബാധിച്ച് എയ്ഡ്സ് എന്ന രോഗാവസ്ഥയിൽ എത്തിപ്പെട്ടിട്ടുള്ളവർ, അങ്ങനെയുള്ളവർ കഴിവതും വീട്ടിൽ ഐസൊലേറ്റ് ചെയ്യാൻ പാടില്ല. അങ്ങനെയുള്ളവർ കഴിവതും ഒരു ആശുപത്രിയിൽ ഐസൊലേറ്റ് ചെയ്യുന്നതാണ് കൂടുതൽ നല്ലത്. ഈ പറഞ്ഞ ഗ്രൂപ്പിൽ ഒന്നും പെടാത്തവർ, 60 വയസ്സിൽ താഴെയുള്ളവർ, ഈ ദീർഘനാളായി മറ്റ് അസുഖങ്ങളിൽ നിന്നും ഒന്നും പ്രശ്നം ഇല്ലാത്തവർക്ക് നമുക്ക് വീട്ടിൽ തന്നെ ഐസൊലേറ്റ് ചെയ്യാവുന്നതാണ്. എന്നാൽ അത് മാത്രം പോരാ. 24 മണിക്കൂറും നമുക്കൊരു ആരോഗ്യ സ്ഥാപനമായ ഡോക്ടറുമായിട്ടോ അല്ലെങ്കിൽ അതാത് ഏരിയയിലുള്ള JPHനോ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറോ ആയിട്ട് നിരന്തരമായി സമ്പർക്കം ഉണ്ടായിരിക്കണം. കൂടാതെ നമുക്ക് വീട്ടിൽ ഒരാൾക്ക് രോഗം വന്നു കഴിഞ്ഞു, അപ്പോൾ മറ്റുള്ളവർക്ക് വരാത്ത രീതിയിൽ ഒരാളെ മാത്രം മാറ്റി പാർപ്പിക്കാൻ സൗകര്യമുള്ള ഒരു വീടായിരിക്കണം. പറ്റുമെങ്കിൽ രോഗിക്ക് മാത്രം ഉപയോഗിക്കാൻ ഒരു സ്വന്തമായ ഒരു ബാത്റൂം കൂടെ ഉണ്ടെങ്കിൽ അത്രയും നല്ലത്. ഇത് കൂടാതെ എന്തെങ്കിലും രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അടുത്ത വൈദ്യസഹായം ലഭ്യമാക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്തും കൂടെ ആയിരിക്കണം താമസം. ഈ പറഞ്ഞ കാര്യങ്ങൾ ഓക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ചികിത്സ വീട്ടിൽ തന്നെ തുടരാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഒരു രോഗിയെ ഐസൊലേറ്റ് ചെയ്യുമ്പോൾ ആ താമസിക്കുന്ന മുറിക്ക് ഒരു നല്ല വായു സഞ്ചാരം ഉണ്ടായിരിക്കണം. കഴിവതൊരു ക്രോസ് വെന്റിലേഷൻ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ചുറ്റും വൈറസ് പടരാതിരിക്കാൻ വേണ്ടി ജനലും വാതിലും അടച്ചിടുക എന്നുള്ളതൊരു തെറ്റായ രീതിയാണ്. ജനലും വാതിലും, പ്രത്യേകിച്ച് വാതിലുകൾ നന്നായി തുറന്ന് വായു സഞ്ചാരം ഉറപ്പാക്കിയാൽ മാത്രമേ ആ മുറിയിൽ ഈ രോഗാണു നിലനിൽക്കാതെ ഒരു വെന്റിലേഷൻ നമുക്ക് ഉറപ്പാക്കാൻ പറ്റുകയുള്ളൂ. അതുകൂടാതെ കൃത്യസമയത്ത് നമുക്ക് ഭക്ഷണം കൊണ്ടെത്തിക്കാൻ കൂടെ ഒരു പരിചരിക്കാൻ ആൾക്കാർ വീട്ടിലുണ്ടായിരിക്കണം. ഈ പരിചരിക്കാൻ വേണ്ടി നമ്മൾ സഹായിയായിട്ട് കണ്ടെത്തുന്ന ഒരാൾ കഴിവിതും ഒരു രോഗ അവസ്ഥ ഒന്നും ഇല്ലാത്ത ഒരാളായിരിക്കണം കഴിവിതും.
അപ്പോൾ നമുക്ക് അസുഖത്തിന് വേണ്ടി എന്തൊക്കെ മരുന്നുകൾ നമുക്കിപ്പോൾ ലഭ്യമാണ്? ഇപ്പോൾ പ്രധാനമായിട്ടും പനി നിയന്ത്രിക്കാനായിട്ട് പാരസ്റ്റമോളാണ് ലഭ്യമായിട്ടുള്ളത്. 500 മില്ലിഗ്രാമിൻ്റെയോ 650 മില്ലിഗ്രാമിൻ്റെയോ പാരസ്റ്റമോൾ ലഭ്യമാണ്. ഒരു ദിവസം പരമാവധി 4 നേരം 6 മണിക്കൂർ ഇടവിട്ട് പാരസ്റ്റമോൾ കഴിക്കാവുന്നതാണ്. അതുകൂടാതെ പലപ്പോഴും ചിലർക്ക് ജലദോഷമോ ചുമയോ ഒക്കെ ഉണ്ടാകും. അതിന് വേണ്ട കഫ് സിറപ്പോ അല്ലെങ്കിൽ അലർജിയുടെ സിട്രസിൻ, ലീവോസിട്രസിൻ മുതലായ മരുന്നുകൾ കഴിക്കാവുന്നതാണ്. ഇത് കൂടാതെ നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത കാര്യം എന്ന് പറഞ്ഞാൽ, മറ്റ് എന്തെങ്കിലും രോഗങ്ങൾക്ക് നമ്മൾ മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് ഷുഗറോ പ്രഷറോ ഉണ്ടെങ്കിൽ അതിൻ്റെ മരുന്ന് ഒരു കാരണവശാലും മുടക്കുവാൻ പാടുള്ളതല്ല. ഇപ്പോൾ ആസ്മ ഉള്ള ഒരു പേഷ്യൻ്റ് ആണെങ്കിൽ, നേരത്തെ ഇൻഹേലർ തെറാപ്പി ചെയ്യുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും അത് തുടർന്ന് ചെയ്യേണ്ടതാണ്. ഇത് കൂടാതെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, കൃത്യമായ ഉറക്കം, നല്ല ഉറക്കം കിട്ടണം. ദിവസം കുറഞ്ഞത് 7 മുതൽ 8 മണിക്കൂറെങ്കിലും നല്ല ഉറക്കം കിട്ടുന്നുണ്ട് എന്ന് ഉറപ്പാക്കണം. നല്ല ഭക്ഷണം, നന്നായിട്ട് വെള്ളം കുടിക്കുക. ഹൈഡ്രേഷനും ന്യൂട്രീഷനും, നല്ല ഭക്ഷണവും നന്നായിട്ട് വെള്ളം കുടിക്കുക എന്നുള്ളത് ഒരു കോവിഡ് രോഗിക്ക് രോഗത്തിൽ നിന്ന് മുക്തി നേടാൻ വളരെ ഉത്തമമാണ്. അതിന് ഇന്ന ഭക്ഷണം എന്നില്ല. ഇപ്പോൾ പലതരത്തിലുള്ള ഒറ്റമൂലികളോ അല്ലെങ്കിൽ ഈ പച്ചമരുന്നോ അത് കഴിക്കുകയോ അല്ലെങ്കിൽ പലതരത്തിലുള്ള വിപണിയിൽ പല രീതിയിലുള്ള പ്രചാരണങ്ങളുണ്ടാവും. അപ്പോൾ ഇതുവരെ ശാസ്ത്രീയമായി ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഭക്ഷണം കോവിഡിന്റെ രോഗമുക്തിയെ കൂടുതലായിട്ട് പ്രോത്സാഹിപ്പിക്കുകയോ എന്ന് ഇതുവരെ തെളിയിക്കപ്പെട്ടിട്ടില്ല. അതുപോലെ നമുക്ക് ആവി പിടിക്കാം, തൊണ്ടയിൽ ഉപ്പുവെള്ളം കൊള്ളാം എന്ന് ഒരു 2-3 തവണ ചെയ്യുന്നത് കൊണ്ട് തെറ്റില്ല. പക്ഷെ അതുകൊണ്ട് മാത്രം രോഗമുക്തി ഉണ്ടാവണമെന്നില്ല. അപ്പം ശരീരത്തിന് നല്ല വിശ്രമം കിട്ടണം, നല്ല ഭക്ഷണം, ആവശ്യത്തിന് വെള്ളം കിട്ടണം. അപ്പം അതുകൂടാതെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ടെൻഷൻ ഒഴിവാക്കുക. നല്ല ചിന്തകൾ, നല്ല കാര്യങ്ങളെക്കുറിച്ച് മാത്രം ആലോചിക്കുക. മൊബൈലിനകത്ത് ടെൻഷൻ കൂട്ടുന്ന തരത്തിലുള്ള വാർത്തകളിലോട്ട് മനസ്സ് ചെല്ലാതിരിക്കാൻ ശ്രദ്ധിക്കുക. നല്ല കാര്യങ്ങളിൽ മനസ്സിന് ശ്രദ്ധ പതിപ്പിക്കുക. അതുകൂടാതെ ഏറ്റവും അത്യാവശ്യം മോണിറ്ററിങ്, സെൽഫ് മോണിറ്ററിങ്, അത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ നമ്മുടെ ഹൃദയമിടിപ്പ് അല്ലെങ്കിൽ പൾസ്, ശ്വാസഗതി, ഓക്സിജന്റെ അളവ് മോണിറ്റർ ചെയ്യുകയും അത് റെക്കോർഡ് ചെയ്യുകയും വീട്ടിൽ ഒരു രോഗി ഐസൊലേഷൻ കഴിയുമ്പോൾ അത്യാവശ്യമാണ്. അപ്പോൾ അതിന് ഏറ്റവും നമ്മളെ സഹായിക്കുന്ന ഒരു ഉപകരണമാണ് പൾസ് ഓക്സിമീറ്റർ. അപ്പോൾ പൾസ് ഓക്സിമീറ്റർ ഉപയോഗിക്കുന്നതിന് മുമ്പ് ആദ്യം നമ്മൾ ഒരുപാട് എക്സേർഷനോ അല്ലെങ്കിൽ ഒരുപാട് ടെൻഷൻ ഇരിക്കുന്ന സമയത്ത് പൾസ് ഓക്സിമീറ്റർ ഉപയോഗിക്കുന്നത് കഴിവതും ഒഴിവാക്കുക. 2 മിനിറ്റ് കസേരയിൽ ഇരിക്കുകയോ അല്ലെങ്കിൽ കട്ടിൽ കിടന്ന് റെസ്റ്റ് എടുത്ത് ഒരു ഹൃദയമിടിപ്പോ അല്ലെങ്കിൽ ഒരു ആകുലതകളോ ഒന്ന് കുറഞ്ഞതിന് ശേഷം വിരലിൽ ഘടിപ്പിച്ചതിന് ശേഷം മെഷീൻ ഓൺ ആക്കുക. അപ്പോൾ അതിനകത്ത് ഒരു വേവ് ഫോം പോലെയോ അല്ലെങ്കിൽ ഒരു സ്പന്ദിക്കുന്ന രീതിയിലുള്ള ഡിസൈനോ പ്രത്യക്ഷപ്പെടും. അത് ഒരു സ്റ്റഡി ആയിട്ടൊരു റീഡിംഗ് കിട്ടുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ നോർമൽ അല്ലെങ്കിൽ എന്ന് പ്രതീക്ഷിക്കുന്ന ഒരു റീഡിംഗ് എന്ന് പറഞ്ഞാൽ 94% മുകളിലുള്ള എല്ലാ റീഡിങ്ങും നോർമൽ ആയിരിക്കും. ഇത് കൂടാതെ ഒരു ദിവസം 2 തവണയെങ്കിലും വാക്ക് ടെസ്റ്റ് ചെയ്യണം. 6 മിനിറ്റ് വാക്ക് ടെസ്റ്റ് എന്ന് പറയും. അതായത് 6 മിനിറ്റ് നമ്മൾ മുറിയിൽ നടക്കണം. അപ്പം രാവിലെയോ വൈകുന്നേരമോ അല്ലെങ്കിൽ ദിവസം 2 തവണ ഈ ടെസ്റ്റ് ചെയ്യുക. അപ്പോൾ ഈ ടെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഒരു ബേസ് ലൈൻ ഓക്സിജന്റെ അളവ് നമ്മൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ 6 മിനിറ്റ് നടന്നതിന് ശേഷം വീണ്ടും പൾസ് ഓക്സിമീറ്റർ ഉപയോഗിച്ച് നമ്മുടെ ഓക്സിജന്റെ അളവ് ഒന്നും കൂടെ ചെക്ക് ചെയ്യുക. ചെക്ക് ചെയ്യുന്ന അവസരത്തിൽ ഓക്സിജന്റെ അളവ് 94% കുറയുകയോ അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന സംഖ്യയിൽ നിന്ന് 3% കൂടുതൽ കുറവുണ്ടാകുക. ഉദാഹരണത്തിന് നേരത്തെ 98 ആയിരുന്നത് ഇപ്പോൾ 95 അല്ലെങ്കിൽ 94 അപ്പോൾ 3 എന്ന ആ ഒരു ശതമാനത്തിൽ കൂടുതൽ കുറവ് രേഖപ്പെടുത്തുകയാണെങ്കിൽ അത് നമ്മൾ സീരിയസ് ആയിട്ട് കണക്കാക്കേണ്ട ഒരു വസ്തുതയാണ്. അപ്പോൾ ഈ ടെസ്റ്റ് ദിവസം 2 നേരമെങ്കിലും നമ്മൾ ചെയ്യുവാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഇനി എന്ത് ചെയ്യാൻ പാടില്ല എന്ന കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ശ്രദ്ധിക്കാം. അപ്പോൾ നേരത്തെ പല മാർഗരേഖകളും മുന്നോട്ട് വെച്ചിരുന്ന പല മരുന്നുകളും ഇപ്പോൾ ശാസ്ത്രീയ അടിസ്ഥാനത്തിന്റെ അഭാവത്തിൽ ഇപ്പോൾ വലിയ പ്രയോജനം ചെയ്യുന്നില്ല എന്നാണ് പറയപ്പെടുന്നത്.
അതിലൊന്നാണ് ആൻറ്റിബയോട്ടിക്സ്. നേരത്തെ അസിത്രോമൈസിൻ എന്ന ആൻറ്റിബയോട്ടിക് അതിൻ്റെ ഒരു ഇമ്മ്യൂണോ മോഡുലേറ്റിംഗ് പ്രോപ്പർട്ടി കാരണം വൈറസിനെ ശരീരത്തിൽ നിന്ന് രോഗമുക്തി നൽകുവാൻ കുറച്ച് ഫലപ്രദമാണെന്ന് കരുതുകയും അത് റെക്കമെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. പക്ഷെ ഇപ്പോൾ അതിന് വലിയ റെക്കമെൻഡേഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ അസിത്രോമൈസിൻ പോലുള്ള ആൻറ്റിബയോട്ടിക്കിന് കോവിഡ് ചികിത്സയിൽ ഇപ്പോൾ വലിയ പ്രാധാന്യം കൽപ്പിക്കുന്നില്ല. അതുകൂടാതെ നേരത്തെ ഐവർമെക്റ്റിൻ പോലുള്ള മരുന്നുകൾ, വലിയ കോംപ്ലിക്കേഷൻ ഇല്ലാത്തവർക്ക് സ്റ്റിറോയിഡ്, ഇതൊന്നും വീട്ടിൽ ഐസൊലേഷൻ ഇരിക്കുന്ന രോഗി കഴിക്കേണ്ട കാര്യമില്ല. രോഗമുക്തി കൂട്ടുവാനായിട്ട് സ്റ്റിറോയിഡ് നേരത്തെ കഴിക്കുന്നത് പലപ്പോഴും രോഗമുക്തി നേരത്തേക്കാൾ ഉപരി കുറച്ചും കൂടെ താമസിക്കാൻ കാരണം ആയേക്കാം. അതുപോലെ വൈറ്റമിൻ സി, സിങ്ക്, അതൊക്കെ ഒരുപാട് ആൾക്കാർ നേരത്തെ കഴിച്ചിട്ടുണ്ട്. പ്രതിരോധശേഷി കൂട്ടും എന്നുള്ള ഒരു പ്രചാരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ. പക്ഷേ ഇതുവരെയുള്ള അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ വൈറ്റമിൻ സിയോ സിങ്കോ അല്ലെങ്കിൽ ഈ റെംഡെസിവിർ പോലുള്ള മരുന്നുകളോ ഒരു മൈൽഡ് കോവിഡ് ഇൻഫെക്ഷനിൽ രോഗമുക്തി നൽകുമെന്ന് ഇതുവരെ നമുക്ക് തെളിയിക്കപ്പെട്ടിട്ടില്ല. പലതരത്തിലുള്ള വൈറ്റമിൻ ലഭ്യമാണ്. നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷി ഒരു സാധാരണ മനുഷ്യന് ഈ പറഞ്ഞ വൈറ്റമിനും സിങ്കും ഒക്കെ ആവശ്യമാണെന്നതിലുപരി കോവിഡ് രോഗമുക്തിക്കായിട്ട് കൂടുതൽ അളവിൽ ഇതൊന്നും ഇപ്പോൾ അനിവാര്യമല്ല. അപ്പോൾ പലതരത്തിലുള്ള പ്രചാരണം നമുക്ക് മൊബൈൽ വഴിയോ അല്ലെങ്കിൽ യൂട്യൂബ് ലിങ്ക് വഴിയോ ഒക്കെ ലഭ്യമായിരിക്കും. തെറ്റായ പ്രചരണങ്ങൾ വിശ്വസിക്കാതിരിക്കുക. എപ്പോഴും ശാസ്ത്രീയ അടിസ്ഥാനമുള്ള വിവരങ്ങൾ കേരള ഗവൺമെൻറ്റിൻ്റെയോ ICMRയുടെ വെബ്സൈറ്റിലും ലഭ്യമാണ്. ശാസ്ത്രീയ അടിസ്ഥാനമുള്ളതും ശരിയായിട്ടുള്ള മാർഗരേഖകൾ മാത്രം വിശ്വസിക്കുക. അതുപോലെ തന്നെ വീട്ടിൽ ഐസൊലേറ്റ് ചെയ്യുന്നവർ, ഈ പറഞ്ഞ രോഗലക്ഷണങ്ങളൊന്നും ഇല്ലാത്തവർ, അപ്പോൾ നമ്മൾ മോണിറ്റർ ചെയ്യുമ്പോൾ പൾസ് ഓക്സിമീറ്ററിൻ്റെ കാര്യം പറഞ്ഞു. അതുകൂടാതെ ഹൃദയമിടിപ്പ് നമുക്ക് നോക്കാം. സാധാരണ ഒരു മുതിർന്ന ആൾക്ക് 100-ൽ കൂടുതൽ ഹൃദയമിടിപ്പ് സ്ഥിരമായിട്ട് നിൽക്കുന്നത് അത്ര നല്ല ലക്ഷണമല്ല. അതേപോലെ ശ്വാസഗതി, സാധാരണ ഒരു മിനിറ്റിൽ 24-ൽ താഴെയാണ് ശ്വാസഗതിയെങ്കിൽ ഒരു മുതിർന്ന ഒരാൾക്ക് നോർമലാണ്. അതേസമയം കുട്ടികളാണ് നമ്മൾ ഐസൊലേറ്റ് ചെയ്യുന്നതെങ്കിൽ ശ്വാസഗതി ഒരു 2 മാസത്തിൽ താഴെ പ്രായമുള്ള കുട്ടികൾക്ക് 60-ൽ കൂടുകയോ 2 മാസം മുതൽ 1 വയസ്സ് വരെയുള്ളവർക്ക് 50-ൽ കൂടുകയോ 1 വയസ്സിൽ കൂടുതലുള്ളവർക്ക് 40-ൽ കൂടുകയോ ചെയ്യുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും അപകട ലക്ഷണമാണ്. അപ്പോൾ ഈ പറഞ്ഞ അപകട ലക്ഷണങ്ങൾ ഉണ്ടോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ ലക്ഷണങ്ങളൊന്നും ഇല്ലെങ്കിൽ വേറെ ഒരു ലക്ഷണവും ഇല്ലാത്ത ഒരാൾക്ക് ഒരു ബ്ലഡ് ടെസ്റ്റിൻ്റെയോ എക്സ്റേയുടെയോ അല്ലെങ്കിൽ ഒരു CT സ്കാനിൻ്റെയോ ഒന്നും ആവശ്യമില്ല. കാര്യങ്ങൾ കൃത്യമായി മോണിറ്റർ ചെയ്യുകയും പേടിക്കേണ്ട ലക്ഷണങ്ങൾ കാണുമ്പോൾ എത്രയും പെട്ടെന്ന് നമുക്ക് കോണ്ടാക്റ്റിലുള്ള ഡോക്ടറെയോ അല്ലെങ്കിൽ ഒരു ആരോഗ്യ പ്രവർത്തകരെ കോണ്ടാക്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ എന്തൊക്കെ രോഗലക്ഷണങ്ങൾ കാണുമ്പോഴാണ് നമ്മൾ ഒരു ആകുലപ്പെടേണ്ടത് എന്ന് നമുക്ക് ശ്രദ്ധിക്കാം. അപ്പം നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു അളവിൽ കൂടുതലായിട്ട് ശ്വാസഗതി ഉയരുക, ശ്വാസമുട്ടൽ അല്ലെങ്കിൽ നെഞ്ചുവേദന അല്ലെങ്കിൽ നെഞ്ചിൽ ഭാരം അനുഭവപ്പെടുക, പതിവിൽ കവിഞ്ഞ ക്ഷീണം. ഈ കോവിഡ് രോഗത്തിന് പ്രത്യേകിച്ച് ഒമിക്രോൺ പോലുള്ള വകഭേദങ്ങൾ വരുമ്പോൾ നല്ല ശക്തമായ ക്ഷീണം നമുക്ക് അനുഭവപ്പെടാം. എന്നാൽ പതിവിൽ കവിഞ്ഞ ക്ഷീണം കൂടി വരുന്നു. അല്ലെങ്കിൽ പലപ്പോഴും 6 മിനിറ്റ് വാക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ നേരത്തെ പോലും ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ കൂടുതലായിട്ട് ക്ഷീണം അനുഭവപ്പെടുന്നു. ഒരു പരസ്പര ബന്ധമില്ലാത്ത സംസാരം അല്ലെങ്കിൽ ചിന്തകൾക്കോ പ്രവൃത്തികൾക്കോ ഒരു തെളിമയില്ലാതെ വരിക, അല്ലെങ്കിൽ 3-4 ദിവസമായിട്ടും രോഗലക്ഷണങ്ങൾ കുറയുന്നില്ല. സാധാരണഗതിയിൽ പലപ്പോഴും രോഗലക്ഷണങ്ങൾ തുടങ്ങി ഒരു 3-4 ദിവസത്തിനുള്ളിൽ ആ രോഗലക്ഷണങ്ങളുടെ കാഠിന്യം കുറയുന്നതായിരിക്കും. പക്ഷെ ഇത്രയും ദിവസമായിട്ടും ഇവയുടെ കാഠിന്യം കുറയുന്നില്ല അല്ലെങ്കിൽ കൂടി നിൽക്കുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് അടുത്തുള്ള ഗവൺമെൻറ് ആശുപത്രിയിലോ അല്ലെങ്കിൽ നിങ്ങൾ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടറെയോ അല്ലെങ്കിൽ ആരോഗ്യ പ്രവർത്തകരെയോ എത്രയും പെട്ടെന്ന് വിവരം അറിയിക്കേണ്ടതാണ്. അപ്പോൾ ഇനി നമുക്ക് കൂടെയുള്ളവർ എന്ത് ശ്രദ്ധിക്കണം എന്നും കൂടെ നമുക്ക് പറയാം. കാരണം രോഗി ഐസൊലേറ്റ് ചെയ്ത് റിക്കവർ ചെയ്യുന്നത് പോലെ തന്നെ പ്രാധാന്യമാണ് രോഗിയെ പരിചരിക്കുന്നവർക്ക് അസുഖം വരാതിരിക്കുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ളവർ നമ്മൾ രോഗിക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ രോഗിക്ക് ഒരു പ്രത്യേക പ്ലേറ്റോ ഗ്ലാസ്സോ തീർച്ചയായും കൊടുക്കണം. ഭക്ഷണം വിളമ്പിക്കഴിഞ്ഞാൽ ആ പാത്രവും ഗ്ലാസും രോഗിക്ക് തന്നെ സ്വയം കഴുകി വൃത്തിയാക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ആ പാത്രമോ ഗ്ലാസോ മറ്റാൾക്കാരുടെ സമ്പർക്കത്തിൽ വരുന്നത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. രോഗി കിടക്കുന്ന മുറിയിലേക്ക്
വേറെ പരിചരിക്കുന്ന ഒരാൾ പ്രവേശിക്കുകയാണെങ്കിൽ കഴിവിതും രോഗിയും പരിചരിക്കാൻ നിൽക്കുന്ന ആളും N95 മാസ്ക് ഉപയോഗിക്കുന്നതാണ് ഉത്തമം. രോഗി ഇപ്പോൾ ആ വീട്ടിൽ ഒരു കോമൺ ബാത്റൂമേ ഉള്ളൂ എങ്കിൽ രോഗി ഉപയോഗിക്കുന്ന ബാത്റൂം ബ്ലീച്ച് സൊല്യൂഷൻ കൊണ്ട് നമുക്ക് കഴുകാം. പിന്നെ അതുപോലെ തന്നെ രോഗിയുടെ സമ്പർക്കത്തിൽ വരുന്ന പ്രതലങ്ങൾ നമുക്ക് ഒരു സോപ്പും വെള്ളം ഉപയോഗിച്ച് അല്ലെങ്കിൽ ഡിറ്റർജന്റ് ഉപയോഗിച്ച് കഴുകി തുടച്ച് അണുവിമുക്തമാക്കേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ രോഗി ഉപയോഗിക്കുന്ന മാസ്ക് ഏകദേശം ഒരു 7-8 മണിക്കൂർ നമുക്ക് ഉപയോഗിക്കാം. അതിനുശേഷം അത് ഡിസ്കാർഡ് ചെയ്യണം എന്നുള്ളതാണ്. 8 മണിക്കൂറിന് മുമ്പ് തന്നെ എന്തെങ്കിലും സ്രവങ്ങൾ വീണ് അത് മലിനമാകുകയാണെങ്കിൽ നേരത്തെ തന്നെ ഡിസ്കാർഡ് ചെയ്യണം. അപ്പോൾ ഇത് കളയുമ്പോൾ വെറുതെ വലിച്ചെറിഞ്ഞാൽ പോരാ. അപ്പം അത് ഒന്നെങ്കിൽ അത് കട്ട് ചെയ്ത് നമുക്കൊരു പ്ലാസ്റ്റിക് അല്ലെങ്കിൽ പേപ്പർ ബാഗിൽ നമുക്ക് സൂക്ഷിക്കാം. ഏകദേശം 72 മണിക്കൂർ വെച്ചതിന് ശേഷം നമുക്കത് ഡിസ്കാർഡ് ചെയ്യാം. മാസ്ക് അല്ലാത്ത മറ്റ് സാധനങ്ങൾ, ഇപ്പോൾ എന്തെങ്കിലും തുണിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രോഗിയുടെ സ്രവങ്ങൾ വീണിട്ടുണ്ടെങ്കിൽ അത് ഹാൻഡിൽ ചെയ്യുന്ന വ്യക്തി ഗ്ലൗസ് ഉപയോഗിച്ച് വേണം നമുക്ക് അത് കഴുകി വൃത്തിയാക്കാൻ. അല്ല ഡിസ്പോസ് ചെയ്യുന്നതാണെങ്കിൽ അത് നന്നായിട്ട് കെട്ടി വേണം ബയോമെഡിക്കൽ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുന്ന പോലെ കളയാൻ. അലക്ഷ്യമായിട്ട് വലിച്ചെറിയാൻ പാടില്ല. വെളിയിൽ വെറുതെ വെച്ചിരുന്ന ഒരു പട്ടിയോ പൂച്ചയൊക്കെ അടിച്ചെടുത്ത് കൂടുതൽ ഒരു രോഗസംക്രമണത്തിനൊരു സാധ്യത ഒഴിവാക്കാൻ വീട്ടിലുള്ളവർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞത് ഐസൊലേറ്റ് ചെയ്യുന്ന കാര്യം, രോഗിയെ പരിചരിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം കുറിച്ചാണ്. അപ്പോൾ എത്ര നാൾ ഐസൊലേറ്റ് ചെയ്യണമെന്നുള്ളതാണ്. അപ്പം ഇതുവരെയുള്ള മാർഗരേഖകൾ അനുസരിച്ച് ടെസ്റ്റ് ചെയ്ത് 7 ദിവസം വരെ ഐസൊലേഷനിൽ തുടരണം. അല്ലെങ്കിൽ രോഗലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി 7 ദിവസം വരെ ഐസൊലേറ്റ് ചെയ്യണം. അപ്പം ഈ 7 ദിവസം എന്ന് പറയുമ്പോൾ അതിൽ അവസാനത്തെ 3 ദിവസം പനി ഇല്ലാതെ ഇരിക്കുന്നു എന്ന് ഉറപ്പാക്കണം. അപ്പം 7 ദിവസം ആകുമ്പോഴും അതിനുള്ളിൽ അവസാനത്തെ 3 ദിവസം മറ്റ് രോഗലക്ഷണങ്ങളൊന്നും തന്നെ പാടില്ല. ഒപ്പം മറ്റ് രോഗലക്ഷണങ്ങളല്ലാതെ ഇത് അമിതമായ കിതപ്പോ ശ്വാസമുട്ടലോ ഒന്നും ഇല്ലാതിരിക്കണം. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നമുക്ക് ഐസൊലേഷൻ ഡിസ്കണ്ടിന്യൂ ചെയ്യാം. നെഗറ്റീവ് ആയോ എന്നറിയാൻ ഇപ്പോൾ ടെസ്റ്റ് ചെയ്ത് നെഗറ്റീവ് ആയി എന്ന് തെളിയിക്കേണ്ട ആവശ്യമില്ല. ഈ പറഞ്ഞ ഐസൊലേഷൻ പീരീഡ് കംപ്ലീറ്റ് ചെയ്ത് തീർച്ചയായിട്ടും ഐസൊലേഷൻ നമുക്ക് ടെർമിനേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പം ഇതാണ് ഇന്നത്തെ പൾസ് ചാനലിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ തുടർന്ന് വരുന്ന എപ്പിസോഡുകളിൽ നമ്മൾ ഒമിക്രോൺ വകഭേദങ്ങൾ, കുട്ടികളിലെ കോവിഡ്, വാക്സിൻ എന്നിവയെക്കുറിച്ച് സംസാരിക്കുന്നതായിരിക്കും. വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. താങ്ക് യു.